എല്ലാവർക്കും കിച്ചസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഹെൽത്തി മയണൈസ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത്. ഇത് പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു മയണൈസ് ആണ്. കാരണം നമ്മളതിലേക്ക് എഗ്ഗും അതുപോലെ ഓയിലും ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല. വളരെ ഹെൽത്തിയാണ്. അതിന് പകരമായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് കാഷ്യൂനട്ടും ആപ്പിൾ സിഡർ വിനീഗറും ഒക്കെയാണ്. ഈ വെയിറ്റ് ലോസ് ഒക്കെ ട്രൈ ചെയ്യുന്നവർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും ആപ്പിൾ സിഡർ വിനീഗർ. ഇത് ബെല്ലി ഫാറ്റ് ഒക്കെ കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും. പിന്നെ മാത്രമല്ല കാഷ്യൂനട്ടിലും ഒരുപാട് ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ മയണൈസ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നേക്കാളും നല്ലത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയണം. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഹെൽത്തി മയണൈസ് വീട്ടിലുണ്ടാക്കുക എന്നുള്ളത് നോക്കാം. നമുക്ക് മയോണൈസ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 30 കാഷ്യൂ നട്ട്സ് ഉണ്ടാവും. ഇത് മൊത്തം ഇതൊരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷമാണ് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ 2 വെളുത്തുള്ളിയുടെ അല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ വെളുത്തുള്ളിയുടെ ആ ഒരു ഫ്ലേവർ അധികം ഇഷ്ടമില്ലെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതിട്ടാ. ഇനി അടുത്തതായിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോണത് 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീരാണ്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബ്രാഗിൻ്റെ ആപ്പിൾ സിഡർ വിനീഗറാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഓർഗാനിക് ആപ്പിൾ സിഡർ വിനീഗർ. അപ്പോൾ ഇതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതൊരുവിധം നല്ല സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അഥവാ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സാധാ നമ്മുടെ വൈറ്റ് വിനീഗർ ആയാലും യൂസ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ ഇന്ദുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഇന്ദുപ്പന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നില്ല. നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ഉപ്പായാലും ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. ഇനി അടുത്തതായിട്ട് ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വൈറ്റ് പെപ്പർ പൗഡർ ഇല്ലെങ്കിൽ ബ്ലാക്ക് പെപ്പർ പൗഡർ ആയാലും യൂസ് ചെയ്താൽ മതി. ഇനി ഞാൻ ഇവിടെ 3 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്തപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഒരു പേസ്റ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇതിനൊന്നും കൂടി ലൂസാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്നും കൂടി ഇതിനെ അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയിട്ട് ഒന്നും കൂടി ഇതിനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിനി ഇതിനൊരു സർവിങ് ബൗളിലേക്ക് എടുത്തിട്ട് മാറ്റിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ഹോം മെയ്ഡ് മയണൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. പിന്നെ ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്ന ആപ്പിൾ സിഡർ വിനീഗറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നോർമൽ വിനീഗർ, അതായത് വൈറ്റ് വിനീഗർ യൂസ് ചെയ്യാം. ഇപ്പോൾ ആപ്പിൾ സിഡർ വിനീഗർ അവൈലബിൾ അല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ നോർമൽ വിനീഗർ ആണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഷുഗർ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാഞ്ഞത് നമ്മുടെ ഓർഗാനിക് ആപ്പിൾ സിഡർ വിനീഗറിന് ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു മധുരം ഉണ്ടായിരിക്കും, അത് കാരണമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ മാക്സിമം കാണാൻ ശ്രമിക്കുക. വീഡിയോസൊക്കെ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു എപ്പിസോഡിൽ വേറൊരു ഹെൽത്തി ഡിഷുമായിട്ട് കാണാം.